കഴിഞ്ഞ ദിവസം ലഡാക്കിൽ നടക്കുന്ന പ്രക്ഷോഭത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനാണ് അവിടെ പ്രക്ഷോഭമെന്നും ഇതിനെതിരെ എന്താണ് കേന്ദ്രം പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം നമുക്ക് അവിടെ എന്തിനാണ് അവർ ഈ പ്രക്ഷോഭം നടത്തുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് സംസാരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഏതാണ്ട് ഒരു 5 കൊല്ലം 6 കൊല്ലമായിട്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം എന്ന് പറയാവുന്ന ഇത്രയും രൂക്ഷമായിട്ടല്ല, പക്ഷേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 10-ാം തീയതി, അതായത് സെപ്റ്റംബർ 10-ാം തീയതി അവിടെ ഒരു അനിശ്ചിതകാല നിരാഹാരം നടന്നിരുന്നു. ആ അനിശ്ചിതകാല നിരാഹാരത്തിൻ്റെ ഭാഗമായി 15 ദിവസമായി 15 പേര് നിരാഹാരം കിടക്കുകയാണ്. അവരിൽ 2 പേര് വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലായി. ആ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അവരെ കൊണ്ടുപോകുമ്പോഴാണ് ഈ പറയുന്ന വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനക്കൂട്ടം അവിടെ വലിയ ആക്രമണത്തിന് മുതിരുന്നത്. അവിടെ BJPയുടെ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ എന്ത് ചെയ്തു, അവിടെ ലഡാക്കിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ അവർ തീവച്ച് കഴിഞ്ഞു. പിന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. വലിയ തോതിലുള്ള പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ശേഷം അവിടെ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം അല്ലെങ്കിൽ കൊടുക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന മുഖമായിട്ടുള്ള വാങ്ചുക്, അദ്ദേഹം സോനം വാങ്ചുക്, അദ്ദേഹം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ലെമൺ മഗ്സാസ് അവാർഡ് വിന്നറാണ്. അപ്പോൾ അദ്ദേഹം ഇതൊരു ജെൻസി പ്രക്ഷോഭമാണ് എന്ന് പറഞ്ഞിരുന്നു. അതാണ് എല്ലാവരെയും തന്നെ ഞെട്ടിക്കാനുള്ള ഒരു കാരണം. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും അത് പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. കാരണം അത് അവിടെ തന്നെ ഒതുങ്ങും. കാരണം അവരുടെ ആവശ്യങ്ങൾ ലഡാക്കുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ലഡാക്കിന് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്ഹുഡ്, അതായത് ഒരു സംസ്ഥാന പദവി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആവശ്യം ശിവലി നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അവർക്ക് വേണ്ടത് 6 ഷെഡ്യൂളിൽ പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഈ പറയുന്ന ട്രൈബൽ സംസ്ഥാനങ്ങൾ, അതായത് മിസോറാം അതുപോലെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ, ഞാൻ ഇന്നലെ അതിൻ്റെ ലിസ്റ്റൊക്കെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ സംസ്കാരവും അവരുടെ തനിമയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ചില പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ് അവരാണ് കൈകാര്യം ചെയ്യുന്നത്, ലോ അവരാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ നിരവധി അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ലാൻഡ് മറ്റൊരാൾക്ക് എന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുണ്ട്. അവിടെയും 97% ട്രൈബൽസ് ആണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്നതിന് വലിയ തെറ്റൊന്നും ഇല്ല. ഇതായിരുന്നു അവരുടെ രണ്ടാവശ്യമെങ്കിൽ, മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അവിടെ PSC, അവർക്ക് സ്വന്തമായിട്ടൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം. കാരണം അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് ജോലികൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ നാലാമത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഷിബിലി, അവരുടെ ഒരു പാർലമെൻ്ററി റെപ്രസെൻറ്റേഷൻ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു MP ആണ് അവിടെ നിന്നുള്ളത്, അത് പോരാ, 2 MPകൾ അവർക്ക് എന്ത് ചെയ്യണം, വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 10-ാം തീയതി മുതൽ ഒരു സ്ട്രൈക്ക് തുടങ്ങിയിരുന്നു. ആ സ്ട്രൈക്കാണ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവരുടെ ആവശ്യം ഇതാണ്. അവരുടെ ആവശ്യം ഇതാണെന്ന് പറയുമ്പോൾ അവരുടെ നിലനിൽക്കുന്ന വലിയ മറ്റ് സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്, അൺഎംപ്ലോയ്മെൻറ്റ് രൂക്ഷമാണ്. അവിടെ വലിയ തോതിൽ ജനങ്ങൾക്ക് തന്നെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒരു പ്രതീക്ഷയുമില്ലാതെ നിരാശരായി നിൽക്കുന്ന ജനക്കൂട്ടമാണ്. അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ യുവജനത ഏതൊരു രാജ്യത്തുണ്ടെങ്കിലും അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിൽ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ഇപ്പം നേപ്പാളിൽ തന്നെ ഉണ്ടായത്, ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാവുകയും ആ ബ്ലോക്കിനെ കുറിച്ച് മണിക്കൂറുകളോളം നീണ്ടിട്ടുള്ള ഒരു ബ്ലോക്ക് അവിടെയുള്ള ഏറ്റവും വലിയ VIP-കളെയും മന്ത്രിമാരെയൊക്കെ കടത്തിവിടുന്നതിന് വേണ്ടി ഉണ്ടാവുകയും അത് യഥാർത്ഥത്തിൽ വലിയ രോഷമായി വരികയും ആ ബ്ലോക്കിനെ കുറിച്ചൊരു ഈ പറയുന്ന പോലെ ടിക്ടോക്കിലൊക്കെ തന്നെ ഒരു വലിയ റീലുകൾ വരികയും അതിന് ശേഷം ഈ പറയുന്ന മറ്റേ ഗുച്ചിയുടെയും അതുപോലെ തന്നെ വ്യൂലിട്ടൻ്റെയൊക്കെ ബാഗുകളുമായി അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ സുഖമായി ജീവിക്കുന്നതിനെ കുറിച്ചും അത്തരത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പാക്കിനെ കുറിച്ചും ഒക്കെ തന്നെ വന്നിട്ടുള്ള വീഡിയോകൾ എടുത്തുകൊണ്ടാണ് വലിയ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റിൻ്റെ കാര്യത്തിൽ 13.4 ആണ്. പക്ഷേ അത് ലഡാക്കിലേക്ക് വരുമ്പോൾ അത് 26.7 ആണ്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് നമ്മുടെ നാഷണൽ ആവറേജിനേക്കാൾ ഇരട്ടിയോളം വരുന്ന തൊഴിലില്ലായ്മ അവിടെ ഉണ്ട് എന്നുള്ളത് ചുരുക്കം. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാട്ടോ, ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ 370 ആർട്ടിക്കിൾ അവിടെ റദ്ദ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം അദ്ദേഹം മോദിക്ക് അനുകൂലമായിട്ടും തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടും നിന്നൊരാളാണ്. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഒരു സമാധാനപരമായിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എക്സ്പോസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അക്രമത്തിലേക്ക് പോകരുത്, കാരണം നമ്മൾ 6 കൊല്ലമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആവശ്യം ഇല്ലാതായി പോകും, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, X-ൽ ഇട്ടിട്ടുണ്ട്. അസമാധാനപരമായി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ, എല്ലാവരും സമാധാനത്തിന് അടിപ്പപ്പെടണം, അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് വികാരം കൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം എക്സ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമിത് മാളവ്യ അടക്കം അല്ലെങ്കിൽ BJPയുടെ IT സെല്ലുകളടക്കം എല്ലാവരും തന്നെ ഒരു ആൻറ്റി നാഷണലായും ചൈനക്കാരനായും അതുപോലെ ചിലരൊക്കെ പാകിസ്ഥാൻകാരനുമായിട്ടൊക്കെയുള്ള വലിയ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഗവൺമെൻറ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ഥാപനങ്ങളുടെ FCRA ലൈസൻസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ കട്ട് ചെയ്യുകയും നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള CBIയുടെ അന്വേഷണങ്ങളിലേക്ക് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൂടി പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് ഒരു ആൻറ്റി നാഷണൽ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ടെററിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ലെവലിലേക്ക് തന്നെ സോനം വാങ്ചുക്കിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇപ്പോൾ ഈ ഒരു പ്രശ്നം അവർ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ വാദം എന്താണ് ഇതിൽ? അല്ല, ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദം, കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒരു പ്രസ് നോട്ട് കൃത്യമായിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഷിബിലി. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിൽ ഹങ്കർ സ്ട്രൈക്ക് വാസ് സ്റ്റാർട്ടഡ് ബൈ ശ്രീ സോനം വാങ്ചോക്ക് ഓൺ 10/9/2025 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. സ്റ്റേറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ 6th ഷെഡ്യൂൾ ആൻഡ് സ്റ്റേറ്റ്ഹുഡ് ഫോർ ലഡാക്കിൻ്റെ സ്റ്റേറ്റ്ഹുഡും അതുപോലെ തന്നെ 6th ഷെഡ്യൂളും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഇത് തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയത് ഒരു അപ്പെക്സ് ബോഡി ഓഫ് ലേ ആൻഡ് കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ്. അപ്പോൾ അത് അവരുടെ തന്നെ യുവജനങ്ങളുണ്ട്. അവരാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ബന്ദ് അവിടെ ആഹ്വാനം ചെയ്തത്. ആ ബന്ദിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവരുമായി ഞങ്ങൾ വളരെയധികം ഡയലോഗ് എൻഗേജ് ചെയ്യുകയായിരുന്നു എന്നും മറ്റു പല കാര്യങ്ങളിലും ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നുമാണ് ഗവൺമെൻറ് വേർഷൻ പറയുന്നത്. ആ ഡയലോഗ് റിസൾട്ട്സ് ബൈ ഇൻക്രീസിങ് ദ റിസർവേഷൻ ഫോർ ലഡാക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് അവിടെ ഉണ്ടായിരുന്ന റിസർവേഷൻ 45% നിന്ന് 84% ഞങ്ങൾ ഉയർത്തി. പ്രൊവൈഡിങ് 1/3 ഓഫ് ദ വുമൺ റിസർവേഷൻസ് ഇൻ ദ കൗൺസിലിലും ഈ പറഞ്ഞ പോലെ 1/3 ഭാഗം വനിതകൾക്കായിട്ട് റിസർവേഷൻ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഡിക്ലെയറിങ് ബോത്തി ആൻഡ് പർജി, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു, ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. അതൊക്കെ അവരുടെ ഡിമാൻഡുകളായിരുന്നു, ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയിട്ടുണ്ട്. വിത്ത് ദിസ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് 1800, അതായത് 1800 പേരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഇതനുസരിച്ചുള്ള പ്രോസസ്സും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഹൗവർ സർട്ടൈൻ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽസ് വെയർ നോട്ട് ഹാപ്പി വിത്ത് ദ പ്രോഗ്രസ്, അതായത് രാഷ്ട്രീയമായി ചില താല്പര്യങ്ങളുള്ള ആളുകൾ ഇതുമായിട്ട് ഹാപ്പിയല്ല. അവരാണ് ഈ ഹൈ പവർ കമ്മിറ്റിയെ കൊണ്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രൈങ് ടു സബോട്ടൈജ് ഡയലോഗ് പ്രോസസ്സ്. ഈ ഡയലോഗ് പ്രോസസ്സ് എല്ലാം തന്നെ നിർത്തലാക്കാനും അതൊക്കെ തന്നെ അട്ടിമറിക്കാനും അവരാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. നെക്സ്റ്റ് മീറ്റിംഗ് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. കമ്മിറ്റി ഹാസ് ബീൻ ഷെഡ്യൂൾഡ് ഓൺ 6th October. അപ്പോൾ അത് ഷെഡ്യൂൾഡ് ചെയ്തിരുന്നു. ആ മീറ്റിംഗ് വർ ഓൾസോ പ്ലാൻഡ് ഓൺ 25th and 26th September ദ ലീഡേഴ്സ് ഫ്രം ലഡാക്ക്. അതുപോലെ അത്തരത്തിൽ പല മീറ്റിങ്ങുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നും ആ മീറ്റിങ്ങുകൾക്കിടക്കാണ് ഇത്തരത്തിലുള്ള അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നീളുന്നത്. ലാസ്റ്റ് 9th and 10th പോയിന്റിൽ പറയുന്നത് ഗവൺമെൻറ് സ്റ്റാൻഡ്സ് കമ്മിറ്റഡ് ടു ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ലഡാക്ക് ബൈ പ്രൊവൈഡിങ് ആഡിക്വേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ്. ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സുരക്ഷിതത്വവും കൊടുക്കും അത്തരത്തിൽ ഗവൺമെൻറ് കമ്മിറ്റഡ് ആണ്. പിന്നെ 10th പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ റിക്വസ്റ്റഡ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് നോട്ട് സർക്കുലേറ്റ് ദ ഓൾഡ് ആൻഡ് പ്രൊവോക്കേറ്റീവ് വീഡിയോസ് ഇൻ ദ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയയിലും ഒക്കെ പഴയ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊന്നും തന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്റ്റാൻഡ് കൃത്യമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പരിധിവരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ഡയലോഗ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം ശിവലി, എന്തുകൊണ്ടാണ് അവർക്ക് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അത് കൊടുത്താൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി സ്റ്റേറ്റ്ഹുഡ് കൊടുക്കാൻ ചിലപ്പോൾ ഗവൺമെൻറ്റിന് ചില പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിൽ പാകിസ്ഥാൻ്റെയും അതുപോലെ ചൈനയുമായിട്ട് ഏതാണ്ട് 1500-594 കിലോമീറ്ററും പാകിസ്ഥാനുമായി ഏതാണ്ട് 800-ലധികം കിലോമീറ്ററും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് ചൈന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടാവുകയും കാർഗിൽ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്ത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ മറന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്ഹുഡ് ഇപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ സ്റ്റേറ്റ്ഹുഡ് ഒറ്റയടിക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം അല്ല. പക്ഷേ 6th ഷെഡ്യൂളിൽ പെടുത്താൻ എന്താണ് പ്രശ്നം, സ്റ്റേറ്റ്ഹുഡ് എന്താണ് കൊടുക്കാൻ പ്രശ്നം, അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഇഷ്യൂസ് എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊരു ഇപ്പോൾ ഡൽഹിയൊക്കെ ഉണ്ടാകുന്ന പോലെ അവിടുത്തെ ലോ ആൻഡ് ഓർഡറും അതുപോലെ തന്നെ മിലിറ്ററി റൂളും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ 13% വരുന്ന മുസ്ലിംസ് മാത്രമേ ഉള്ളൂ, ഏതാണ്ട് 74% വരുന്ന ബുദ്ധിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ നമ്മൾ കൃത്യമായി എന്ത് ചെയ്യേണ്ടതാണ്, ടാക്കിൾ
ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനവുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് ഗവൺമെൻറ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളോ മറ്റേതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം, നമുക്കറിയില്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഇപ്പോൾ അതിനകത്ത് ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഡയലോഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 6th ഷെഡ്യൂളിൽ പെടുത്തുന്നതിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. 97% ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ 6th ഷെഡ്യൂളിൽ പെടുത്തുന്നതിന് തർക്കിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തേത്, അവരെ എലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഭരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ്. അതാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകേണ്ടത്. അതിനിപ്പോൾ ടെമ്പററി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലത്തിനിടക്ക് അത് നടത്താം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെ തന്നെ നമുക്കറിയാമല്ലോ, കോടതിയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഇലക്ഷൻ നടത്തുകയും അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് വരികയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം കൂടി എൻ്റെ ഷിബിലി, ഇപ്പോൾ ചൈന പോലൊരു രാജ്യത്തൊക്കെ സ്വാതന്ത്ര്യം കുറവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ സ്വാതന്ത്ര്യം കുറവാണെങ്കിലും അവിടെ വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാത്തത് അവിടെ വലിയ തോതിലുള്ള വികസനം ഉറപ്പുവരുത്താനും ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുകൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യമെങ്കിലും പ്രത്യേകിച്ചും ഇത്തരം പ്രദേശങ്ങളിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇപ്പോൾ പഹൽഗാം പോലെയുള്ള അറ്റാക്കിന് ശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ, ടൂറിസം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയ എന്ത് ചെയ്തു പോയി, നിന്നുപോയി. അപ്പോൾ അതിനുശേഷം അവർക്ക് വലിയ വരുമാനങ്ങളൊന്നുമില്ല, തൊഴിലില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ആവറേജിൻ്റെ ഇരട്ടിയോളം വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഷിബിലി, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രൊട്ടസ്റ്റിനെയും നമ്മൾ ഉടനെ തന്നെ ആൻറ്റി നാഷണൽ എന്ന് വിളിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? ഏത് പ്രൊട്ടസ്റ്റ് വന്നാലും, ഇപ്പോൾ നമ്മൾ കർഷക പ്രക്ഷോഭം വരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രക്ഷോഭം വരുന്നു, ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രൊട്ടസ്റ്റുകളും തന്നെ ഇത് വിദേശ ഫണ്ടഡ് ആണ്, അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ആണ് എന്നുള്ളത് ഒരു രാജ്യം വിളിക്കാൻ തുടങ്ങുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല, അല്ലേ? നമ്മളിപ്പോൾ ആ പ്രൊട്ടസ്റ്റിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ചിലപ്പോൾ CPM ആകാം, BJP ആകാം, ചിലപ്പോൾ കോൺഗ്രസ് ആകാം. നമ്മുടെയൊക്കെ ചാനലിൻ്റെ താഴെ തന്നെ ഒന്ന് ചിലരൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് ഇത് എന്താണ്, ഏതൊരു ഭരണകർത്താവ്, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. ആ ഭരിക്കുന്ന മുഴുവൻ 100% കറക്റ്റായിട്ടൊന്നും ഭരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ആ പ്രൊട്ടസ്റ്റുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിന് കൃത്യമായ നടപടികൾ എടുക്കുകയും വേണം. അല്ലാതെ അവരെ ഉടനെ തന്നെ ആൻറ്റി നാഷണൽ ആണ്, വാങ്ചൂക്ക് ഈ പറയുന്ന പോലെ ചൈനീസ് എന്ന് പണം മേടിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നില്ല കേട്ടോ, എല്ലാ പ്രൊട്ടസ്റ്റുകളും എന്താണ് ഓർഗനൈസ്ഡ് അല്ലാതൊന്നും പറയുന്നില്ല. കൃത്യമായി വിദേശ ഫണ്ടിങ്ങോടുകൂടിയും ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെയുള്ള നിരവധി പ്രൊട്ടസ്റ്റുകൾ എല്ലാ രാജ്യങ്ങളിലും അയൽ രാജ്യങ്ങളിലൊക്കെ നടന്ന് നമുക്കറിയാം, മനസ്സിലായി? ബംഗ്ലാദേശിലും അതുപോലെ തന്നെ മ്യാൻമാറിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാലോ, ഇപ്പോൾ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്ന അവൻ്റെ ജീവിതവും ജീവനും കളഞ്ഞ് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ ഇതുപോലെ ഫണ്ട് മേടിച്ചവരൊന്നും ആയിരിക്കില്ല. അതിൻ്റെ നേതാക്കന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫണ്ട് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഫണ്ട് മേടിക്കാൻ പറ്റുന്ന ആളുകളെ എന്താ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഒറ്റപ്പെടുത്താൻ കഴിയണം. അത് തെളിവുകളുമായി പുറത്തു കൊണ്ടുവരാൻ കഴിയണം, മനസ്സിലായ? ഇപ്പം നമ്മൾ ന്യൂസ് ക്ലിക്കിൻ്റെ ഈ പറയുന്ന പോലെ സ്ഥാപകനായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് ഞാൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ച ഒരാളാണ്. കാരണം അദ്ദേഹം 86 കോടി രൂപ ഒരു ചൈനീസ് റൂട്ടഡ് ആയിട്ടുള്ള ഫണ്ട് അമേരിക്കയിൽ നിന്ന് സ്വീകരിച്ചു എന്നാണ് ഈ പറയുന്ന പോലെ പുർഗായസ്തയെക്കുറിച്ച് എന്ത് ചെയ്തത്, പറഞ്ഞത്, മനസ്സിലായ? പ്രായമുള്ള ഒരു സ്കോളർ ആയിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ പിന്നീട് ആ കേസൊന്നും ആയില്ല. അപ്പം അതുപോലെ ഇത് നമ്മളിപ്പോൾ സോനം വാങ്ചൂക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ CBI അന്വേഷണമുണ്ട്, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണമുണ്ട്, നിരവധി അന്വേഷണങ്ങൾ വരട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൊട്ടസ്റ്റുകളുടെ പിന്നിൽ എന്താണെന്നുള്ള റിയൽ റീസൺസ് കൂടി എന്ത് ചെയ്യണം, കണ്ടെത്തണം. അവിടുത്തെ ജനങ്ങൾ നാളെ പ്രൊട്ടസ്റ്റിന് വേണ്ടി വരൂ, നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് നമുക്ക് പോലീസിനോട് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തോ ഒരു ജില്ലയിലോ ഒരു രാജ്യത്തോ ഒക്കെ, അത് ഏത് രാജ്യം ആയിക്കോട്ടെ, അവിടെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യം ഉറപ്പാണ്, അതങ്ങനെ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്, മനസ്സിലായോ? ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് സമരം ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തവണ കാനഡയിലെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് അവർ.
നമുക്കറിയാം ഒരു കറുത്ത വർഗ്ഗക്കാരനെ കഴുത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു പോലീസുകാരൻ വെച്ച് അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഉണ്ടായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നമുക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ബങ്കറിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഏതൊരു രാജ്യത്തും ഉണ്ടാകാം. പക്ഷെ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അത് കൃത്യമായി ഫലപ്രദമായി നേരിടുകയും ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. പിന്നെ ഭാഗ്യത്തിന് ഇപ്പോൾ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യാനുള്ളൊരു കാര്യമല്ല, അത് അവിടുത്തെ തന്നെ കാര്യമാണ്. പക്ഷെ അവിടുത്തെ കാര്യം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് അത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു രാജ്യങ്ങൾ മിക്കവാറും നമ്മുടെ മിത്രവും ശത്രുവും എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ മൊത്തം നമുക്കിട്ട് എന്തെങ്കിലും പണി തരാൻ പറ്റുമെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടാനും ഗവൺമെൻറ് നടപടികൾ എടുക്കാനും.